എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാക്കിയെടുത്താലോ. ഇത്രയും വലിപ്പമുള്ള ഒരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെന്ത് കിട്ടാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്, ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതിയാകും. ഈ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 3 പച്ചമുളകും കുറച്ച് കാന്താരിമുളകും എടുത്തിട്ടുണ്ട്. 2 കപ്പ് തേങ്ങ ചിരകിയതെടുക്കാം. അതിലേക്ക് ഈ മുളക് ചതച്ച് ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തു പോകരുത്, കുഴഞ്ഞു പോകും. ഇനി ഇത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ കല്ലിൽ ചതച്ചെടുത്താലും മതിയാകും. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കൂടെ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ച് ചുമന്നുള്ളി, ഒരു 20 ചുമന്നുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരപ്പൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ച ഇടിച്ചക്ക ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അവസാനം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരവും കൂടി ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. അതേപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.